നമസ്കാരം, AK റൈഡർ 70 ചാനലിലെ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ചില പാർട്സുകളുടെ നമ്പറും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും ഒക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മെസ്സേജ് അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് പാർട്സ് വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ പാർട്സിൻ്റെയും റേറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് പാർട്സ് നമ്പറും ഒന്ന് താങ്കളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ പണി ചെയ്യുന്നത് ക്ലാസിക് 500ൻ്റെ പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഇപ്പം മേടിച്ചിട്ടുണ്ട്. അതിന് അത്യാവശ്യമായിട്ടുള്ള കുറേശ്ശെയുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കക്ഷിക്ക് അത്ര അർജൻറ്റ് അല്ലെങ്കിലും നമുക്ക് നല്ല ജെനുവിൻ പാർട്സ് കിട്ടുമ്പോഴത്തേക്ക് മാത്രം ചെയ്ത് തന്നാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് കക്ഷി തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. ആദ്യമായിട്ട് കാണിക്കുന്നത് ഫ്യൂവൽ പമ്പാണിത്. ഫ്യൂവൽ പമ്പിൻ്റെ ഇവിടുന്ന് ഫ്യൂവൽ ഇഞ്ചക്ടറിൽ പോകുന്ന ഒരു ഓസുണ്ട്. ആ ഓസ് കുറച്ച് കാലം ഓടിക്കഴിയുമ്പോഴത്തേക്ക് ഹീറ്റായി അതിൽ മടക്കുകളും ഇത് വരുമ്പോഴത്തേക്ക് ചെറിയ ഹോളുണ്ടെങ്കിൽ പോലും അതിൽ എയർ കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഓസ്. ഇതിൻ്റെ MRP 92 രൂപയാണ് ഇതിൻ്റെ MRP കേട്ടോ. 92 രൂപയാണ്. അതിൻ്റെ പാർട്ട് നമ്പർ 594089B ആണ്. ഇത് നമ്മൾ അത്യാവശ്യം ഇത് മാറിയില്ലെന്നുണ്ടെങ്കിൽ, ഈ പാർട്സ് നമ്മൾ മാറിയില്ലെങ്കിൽ, ഇത് ജെനുവിൻ പാർട്സാണ് കേട്ടോ. വാങ്ങിക്കുന്നതെല്ലാം ജെനുവിൻ റോയൽ എൻഫീൽഡിൻ്റെ ജെനുവിൻ പാർട്സാണ്. അല്ല, മറ്റുള്ള ഏതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കുക. അത് ഇതിൽ എയർ കയറിക്കഴിഞ്ഞാൽ ഈ പമ്പിൽ ഫ്യൂവൽ പൈപ്പ് കൂടെ ഹോളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബെൻഡായി കാലതാമസം വരുമ്പോൾ അതിൽ അടവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ മിസ്സിങ്ങും അതേപോലെ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഇത് മാറ്റിയിട്ട് പുതിയ ഓസ് വാങ്ങിച്ചത്. ഇത് മാറ്റി വയ്ക്കുക. രണ്ടാമതായി പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ കാർബേറ്റർ ക്ലീനറാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കാർബേറ്റർ ടോട്ടൽ ബോഡി ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അതിലും സംശയമുണ്ട് ചില സുഹൃത്തുക്കൾക്ക്. അവർ ചോദിക്കുന്നതിൻ്റെ റേറ്റ് നിങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് MRP 315 രൂപയാണ് കേട്ടോ. ഒറിജിനൽ ക്ലീനറാണ്. 500 മില്ലിയുടേതാണിത് കേട്ടോ. ഒറിജിനലാണ്. 315 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിൽ കാർബേറ്റർ ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്ലഗ്ഗൊക്കെ വേണമെങ്കിലും ഇതിൽ സ്പാർക്ക് ഫ്ലഗ്ഗൊക്കെ ക്ലീൻ ചെയ്യാം. നല്ല ഒരു പെട്രോൾ ഇട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ വൃത്തിയായിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാർബണൊക്കെ റിമൂവ് ആയി പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് നല്ലൊരു സാധനമാണ്. അപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല എങ്കിലും യൂസ് ചെയ്ത് നല്ല സാധനത്തിന് നല്ലതെന്ന് തന്നെ നമുക്ക് പറയണം. അടുത്ത ഇത് സ്പാർക്ക് പ്ലഗാണ്. 500cc-യുടെയാണ്. സ്പാർക്ക് പ്ലഗിന് 640 രൂപ വില വരും. 640 കേട്ടോ. ഇതിൻ്റെ പാർട്ട് നമ്പറുണ്ട്. 888004 ആണ് പാർട്ട് നമ്പർ. 888004 888004 ആണ് കേട്ടോ. 888004 ആണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. അപ്പോൾ ഇതിൽ നമ്മുടെ 350-യുടേത് ഇതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. 350-യുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 250 രൂപയ്ക്കകത്ത് ഡ്യുവൽ പ്ലഗ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇത് 500ൻ്റെ ആയതുകൊണ്ട് ഇതിന് 640 രൂപ ഇത് കൊടുക്കേണ്ടി വരും കേട്ടോ. ജെനുവിൻ പാർട്സാണ്, ഒറിജിനലാണ്. ഇത് ബോഷിൻ്റെയാണ് കേട്ടോ. കമ്പനി ബോഷിൻ്റെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായി വരുന്നത് നമ്മളെ ഇഗ്നിഷൻ കോയിലാണ്. ജെനുവിൻ പാർട്സാണ് റോയൽ എൻഫീൽഡിൻ്റെ. ഇഗ്നേഷന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സ്പാർക്ക് പ്ലഗിൽ ലേശം ഇത് വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മളത് ഇവിടെ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു.
529 രൂപയാണ് ഇതിൻ്റെ MRP. 529 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ പാർട്ട് നമ്പർ വന്നിട്ട് RAC00155 കേട്ടോ. അതിൻ്റെ പാർട്ട് നമ്പറാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗപ്പെടും. എപ്പോഴെങ്കിലും നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടും. അടുത്ത കഴിഞ്ഞിട്ട് ബ്രേക്ക് ഷൂ ആണ്. ബ്രേക്ക് ഷൂ നമുക്ക് ക്ലാസിക്കിനും 500-നും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 350 ഒക്കെ ഈ ബ്രേക്ക് ഷൂ തന്നെയാണ് വരുന്നത്. റോയലിൻ്റെ ജെന്യൂൻ പാർട്സാണ് വരുന്നത്. ഇതിൻ്റെ MRP 350 രൂപയാണ്. ഇപ്പം വില കൂടി കേട്ടോ. മുമ്പ് 275 രൂപയായിരുന്നു. ഇപ്പം വില കൂടി. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടുമ്പോൾ അതിലും വില കൂടി എന്നുള്ളതാണ്. ഇതിൻ്റെ പാർട്ട് നമ്പർ 888337 ആണ്. ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. ഇത് MRP. ബ്രേക്ക് ഷൂ ആണ് കേട്ടോ. ഇതിനകത്ത് പൊട്ടിച്ചിട്ടില്ല. ഇതിനകത്ത് 2 സ്പ്രിങ്ങും വരും. പിന്നെ ബ്രേക്ക് ഷൂ ആണ്. നമ്മളെ ബാക്കിൻ്റെ പേഡല്ല ബ്രേക്ക് ഷൂ ആണ് കേട്ടോ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ചെയിൻ ലൂബാണ്. ചെയിൻ ലൂബ് റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണ്. നമുക്ക് 2 ആഴ്ച കൂടുമ്പോഴത്തേക്കൊക്കെ കുറേശ്ശെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെയിന് ലാസ്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെയിനിൻ്റെ പല്ലൊക്കെ പൊട്ടാതെ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ഓടുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഇതിൻ്റെ വില 195 രൂപയാണ്. അറിയാമായിരിക്കുമല്ലോ, ഇത് സാധാരണ നിങ്ങൾ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ മെയിൻ പാർട്ടിൻ്റെ. രണ്ടാമത് ഇത് ഫ്ലൂഡാണ്. നമ്മുടെ ബ്രാക്ക് ഫ്ലൂഡാണ്. .4 ആണ് കേട്ടോ. ഇതും ഒറിജിനൽ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ. ഇത് 100 മില്ലിയാണ് വരുന്നത്. 100 മില്ലിയാണ് ഇതിൽ വരുന്നത്. 100 മില്ലി വേണ്ടി വരില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഒരു 80 മില്ലി 60 മില്ലിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കാലിബറൊക്കെ ഫില്ലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ കൂടുതൽ വരുന്നുണ്ട്. എന്നാലും നമുക്കിത് ഇങ്ങനെ നമുക്ക് അവ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ വാങ്ങുന്നതാണ് ഒറിജിനൽ പാർട്സ്. ഈ ഫ്ലൂഡ് വാങ്ങുന്നതായിരിക്കും നല്ലത്. .4-ൻ്റെതായാണ്. .3-യുടെയും വരുന്നുണ്ട്. അത് നമുക്ക് അതിൻ്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് അത് വാങ്ങുക കേട്ടോ. .4 ഒഴിച്ചെന്ന് പറഞ്ഞിട്ട് വേറെ വിഷയം വരുന്നില്ല. എങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് .4 ആണ്. .3യും വരുന്നുണ്ട്. ഇതിൻ്റെ വില 100 മില്ലിയാണെന്ന് പറഞ്ഞു. MRP 125 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ MRP 125 രൂപയാണ്. ഇത് മാറ്റി വയ്ക്കാം. അടുത്തത് ഇത് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് സ്ട്രെയിനറാണ്. ഇത് 350-ക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. സ്റ്റാൻഡേർഡ് 350-ക്കാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ വിലയും കൂടെ നമുക്കിതിൽ പറയുന്നതിൽ വിഷയം വരുന്നില്ലല്ലോ. അപ്പോൾ അത് അറിഞ്ഞിരിക്കണമല്ലോ. 365 രൂപയാണ് ഇതിൻ്റെ MRP കേട്ടോ. അതിൻ്റെ പാർട്ട് നമ്പർ വന്നിട്ട് 1455575/E കേട്ടോ. ഇതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ വന്നിരിക്കുന്നത്. ഇത് സ്ട്രെയിനറാണ്. നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്നില്ലേ, ഫ്യൂവൽ ടാങ്കിൻ്റെ താഴെ നിന്ന് ഓൺ ഓഫ് ചെയ്യുന്ന സ്ട്രെയിനറാണ് ഇത് വരുന്നത്. ഇതിന് വിലയുണ്ട് കേട്ടോ. 365 രൂപ ഇതിന് വിലയുണ്ട്. ഇതും ഒറിജിനൽ റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണ് നമ്മളെടുത്തിരിക്കുന്നത്. അടുത്തത് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററിന് 220 രൂപയാണ് ഇതിൻ്റെ MRP. പാർട്ട് നമ്പർ അത് എയർ ഫിൽറ്റർ റോയൽ എൻഫീൽഡിൻ്റെ ജെന്യൂൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർട്ട് നമ്പർ പറഞ്ഞിട്ട് ചോദിക്കാം. 581007/A കേട്ടോ. ഇതും ഒറിജിനൽ റോയൽ എൻഫീൽഡിൻ്റെ തന്നെയാണ്. അതോടെ പിന്നെ എൻ്റെ ഓയിൽ ഫിൽറ്റർ നമ്മളെപ്പോഴും ഓയിൽ മാറുമ്പോഴത്തേക്ക് കമ്പൾസറി ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഫിൽറ്ററും മാറേണ്ടതാണ്. ഓയിൽ ഫിൽറ്റർ മാറിയില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഫിൽറ്റർ ചോക്കായാൽ അതിനകത്ത് അതിൻ്റെ ഓയിലിൻ്റെ ഈ തിക്നെസ് കൂടുമ്പോഴത്തേക്ക് ഇതിന് ഫിൽറ്റർ ചെയ്ത് മേളിലോട്ട് പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് എഞ്ചിനിൽ ടാപ്പിറ്റ് നോയ്സും അതുപോലെ തന്നെ ടാപ്പിറ്റ് ഹൈഡ്രോളിക് ടാപ്പിൻ്റെ അകത്തൂടെ ചെറിയ സുഷിരങ്ങളാണുള്ളത്.
അപ്പോൾ അതിൽ കൂടെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഫിൽറ്റർ ചെയ്ത് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഓയിൽ എപ്പോഴും മാറുമ്പോൾ ഓയിൽ ഫിൽറ്റർ മസ്റ്റായിട്ട് മാറണം. എയർ ഫിൽറ്റർ ഒരു 2-3 സർവീസ് കഴിയുമ്പോൾ മാറിയാൽ, ഒരു സർവീസ് ഞാൻ ചെയ്യുന്നത് 3000 കിലോമീറ്ററിൽ ഓയിൽ മാറും കേട്ടോ. 3000 കിലോമീറ്റർ ഓയിൽ മാറും. അപ്പോൾ ഓയിൽ നമ്മൾ കൂടുതൽ പോകുമെന്നൊക്കെയാണ് പറയുന്നത്, കമ്പനിയും പറയുന്നുണ്ടെങ്കിലും അവർക്ക് പണിക്ക് പെട്ടെന്ന് പണി കിട്ടാനും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ കാണും. നമ്മൾ നോക്കിയതിനൊക്കെ 3000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3000 കിലോമീറ്റർ വരെ ഓടിക്കഴിഞ്ഞാൽ ഓയിലിൻ്റെ ക്വാണ്ടിറ്റി നഷ്ടപ്പെട്ടിട്ട് അത് കുറച്ച് ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ ഈ മെറ്റൽ നമ്മുടെ ഈ ഇതിൻ്റെ എഞ്ചിനിലെ പാർട്സ് എല്ലാം തങ്ങളിൽ ഉരഞ്ഞ് അതിൽ ചെറിയ ഇതായിട്ട് ചെറിയ ഇത് വന്ന് ഇതിൽ ഹൈഡ്രോളിക് ടാപ്പിറ്റ് അടയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 3000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഓയിൽ ഫിൽറ്ററും അതും ഒറിജിനൽ റോയൽ എൻഫീൽഡ് ജെന്യൂനാണ്. ഇത് മാറ്റിയില്ല, ഓയിലാണ് ഇത്. റോയൽ എൻഫീൽഡ് ലിക്വിഡ് ഗൺ എൻജിൻ ഓയിൽ ആണിത് വരുന്നത്. സെമി സിന്തറ്റിക് ഓയിലാണ് ഇതിൽ വരുന്നത് കേട്ടോ. 15W50 ആണ് ഇതിൻ്റെ ഗ്രേഡ്. 50W50 ആണ് നമ്മളെ റോയൽ എൻഫീൽഡ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഓയിലിൻ്റെ ഗ്രേഡാണത്. സെമി സിന്തറ്റിക് ഓയിലാണ്. ഫുൾ സിന്തറ്റിക് ഓയിലൊക്കെ ആൾക്കാർ ഒഴിക്കുമെങ്കിലും കമ്പനി എന്താണ് പറയുന്നത് അത് നമുക്ക് ചെയ്തു പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇത് ബാർകോഡൊക്കെ ഇവിടെ ഉണ്ട്, ഒറിജിനൽ സാധനമാണ്. ഇതിൻ്റെ MRP 1050 രൂപയാണ്. 1050 രൂപയാണ് കേട്ടോ. ഇതാണ്ട് ഇവിടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ 2.5 ലിറ്റർ ഓയിലാണ്. 2.5 ലിറ്റർ ഓയിൽ നമുക്ക് ഇതിൽ ഒഴിക്കണം. ഫുള്ളായിട്ടും 2.5 ലിറ്റർ ഓയിലും നമുക്കിതിൽ ഒഴിക്കണം. കേബിളാണ് കേട്ടോ. 500ൻ്റെ കേബിളാണ്. 500ൻ്റെ കേബിളിന് 320 രൂപയാണ് MRP കേട്ടോ. 320 രൂപയാണ്. പാർട്ട് നമ്പർ 581018 ബാർ C. ഇതാണ് അതിൻ്റെ പാർട്ട് നമ്പർ. 500ൻ്റെ ആണ് കേട്ടോ. 500ൻ്റെ ആകുമ്പോഴത്തേക്ക് 2 കേബിൾ വരും. ഇതിൽ 2 കേബിളാണ് വരുന്നത്. കാരണം ഞാൻ പൊട്ടിച്ചിട്ടില്ല, 2 കേബിളാണ് വരുന്നത്. അപ്പോൾ ഈ 2 കേബിൾ ഇടുന്നതും നമ്മൾ സൂക്ഷിച്ച് തന്നെ ഇടണം. നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഉടനെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ് കക്ഷി തന്നെയാണ് വാങ്ങിച്ചു കൊണ്ട് വരുന്നത്. നമ്മളെ ട്രിവാൻഡ്രത്ത് ശുഭയെന്ന് പറഞ്ഞ ഓട്ടോ പാർട്സ് ഉണ്ട്. ഒറിജിനൽ സാധനങ്ങളാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. വേറെ ഒന്നും പറ്റിപ്പൊന്നുമില്ല. പണ്ട് മുതലേ നമ്മൾ ഈ സാധനം വാങ്ങുന്നതുകൊണ്ട് അതിൽ വേറെ വിഷയം വരുന്നില്ല കേട്ടോ. നമ്പർ 1 ക്വാളിറ്റി നമ്പർ 1 ആണ്. അപ്പോൾ അതും കൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചായിരിക്കണം വാങ്ങേണ്ടത്. ഇതേപോലെ തന്നെയാണ് 350യുടെ കേബിൾ. ഇത് 500ൻ്റെ കേബിൾ വരുമ്പോഴത്തേക്ക് ക്ലാസിക് 500ൻ്റെ കേബിളാണ്. 2 കേബിളാണ് ഇതിൽ വരുന്നത്. മേളിലും അതുപോലെ താഴെ വരെയും 2 കേബിൾ വരും കേട്ടോ. അപ്പോൾ ഇത് 350യുടെയാണ് കേബിൾ. അതിൻ്റെ MRP ഇത് 300 രൂപയാണ്. അതിൽ കുറച്ച് 20 രൂപ മാത്രമേ കുറവുള്ളൂ. ഇതിനപേക്ഷിച്ചിട്ട് ഇത് 2 കേബിൾ വന്നിട്ട് പോലും ഇത്ര പൈസയെ വരുന്നുള്ളൂ ഇതിന് കേട്ടോ. ഇത് 320 രൂപയും ഇത് 320 രൂപയും ഇത് 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് പാർട്ട് നമ്പർ 582613 ബാർ C കേട്ടോ. 300 രൂപ ഇതിൻ്റെ വിലയാണ്. ഇതും ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത് വരുന്നത് എത്ര പൈസയാണെന്നുള്ളത് നമ്മൾ ചോദിച്ചിട്ടില്ല. ഇതിൻ്റെ റബ്ബറിൻ്റെ നമ്മുടെ ഒരു ഓസാണ് ഇത്. ടാങ്കിൽ വെള്ളം വരുന്നു കഴിഞ്ഞാൽ മേളിൽ ചാവിയിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ട്രെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ഓസാണ്. സാധാരണ ഈ ഓസിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് അത് വേണ്ട എന്ന് ചിലവർ കരുതും. പക്ഷേ ഇതിൽ നിന്ന് വീഴുന്ന വെള്ളം നേരെ വന്ന് ഈ സ്പാർക്ക് പ്ലഗിൻ്റെ നമ്മൾ കാണുന്നില്ലേ, ആ ഭാഗത്താണ് ഈ സാധനം ഈ വെള്ളം വന്ന് വീഴുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓസ് ഉണ്ടെങ്കിൽ ടാങ്കിൻ്റെ ഈ അകത്തുള്ള ഞാൻ കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് മേളിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഭാഗത്തൂടെയാണ് തിരിച്ചിത് വെളിയിലോട്ട് വരുന്നത്. വെളിയിലോട്ട് വരുമ്പോൾ ഈ ഓസ് ഇതിനകത്ത് കണക്റ്റ് ആവും കേട്ടോ. കണ്ടോ, ഇത് കണക്റ്റ് ആവും. അപ്പോൾ ഇത് നേരെ സ്പാർക്ക് പ്ലഗിനകത്ത് വീഴാതെ വെളിയിലോട്ട് പോകാനായിട്ടാണ് ഈ ഓസ്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ.
ഇത് ഫ്യൂൽ ഇഞ്ചക്ടർ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ BS4 വരുന്നതിന് ഇപ്പുറത്തൂടെ വേറൊരു ഹോളും കൂടെ ഉണ്ടാവും. അത് ചാർക്കോൾ കനസ്റ്ററിൽ പോകുന്ന ടാങ്കിനകത്തു നിന്നുള്ള എയർ ചാർക്കോൾ കനസ്റ്ററിൽ പോകുന്ന അതാണ് ഈ ഇപ്പുറത്തൂടെ വരുന്ന ഒരു ഹോളും കൂടെ ഉണ്ടാവും. അപ്പോൾ അത് ഈ വണ്ടിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ ഇതേപോലുള്ള വീഡിയോകൾ സാധാരണ നമ്മൾ ഇടാറുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ വീഡിയോകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഇനിയും നല്ല വീഡിയോകൾ കാണുന്നതിലേക്കായി ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി വരികയും അത് കാണാനും പറ്റും. ഓക്കെ, താങ്ക് യു.